ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ ക്ഷണിക്കുന്നു, മുൻപോട്ട് കടന്നു വന്നാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് രാത്രികാലവും നമ്മൾ പതിവായി കേൾക്കുന്ന പോലെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. അതിനായി അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ച വചനത്തിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് സഹായിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനം കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും കർത്താവെ ഹല്ലേലൂയ അവിടെ നീ വചനത്തിലൂടെ നീക്കിക്കളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ റോമിലെ ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതിന് വേണ്ടി പടയാളികൾ കപ്പലിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഹല്ലേലൂയ. പൗലോസ് മാത്രമല്ല, വേറെയും ചില കുറ്റവാളികളും പടയാളികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ അതൊരു ചരക്ക് കപ്പലായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ചരക്ക് കപ്പലിലാണ് യാത്രക്കാർ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് യാത്രക്കാരുമുണ്ടായിരുന്നു. ഏതാണ്ട് 276 പേര് ആ കപ്പലിലുണ്ടായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അതിൽ 2 പേരെ നമ്മൾ അറിയും. ഒന്ന് പൗലോസിനെയും ഒന്ന് ലൂക്കോസിനെയും. ലൂക്കോസും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഈ 276 പേരുമായിട്ട് റോമിലേക്കുള്ള യാത്രയിൽ ഈശാനമൂലൻ എന്ന പേരുള്ള ഒരു കൊടുങ്കാറ്റ് അടിച്ചു. കപ്പൽ തകർന്നു. ഹല്ലേലൂയ. അത് 276 പേര് യാത്ര ചെയ്യുന്നു. കപ്പൽ ജോലിക്കാർ ഉൾപ്പെടെ 276 പേരും ചരക്കുകളുമുള്ള ചരക്ക് കപ്പലാണ് അന്നൊക്കെ ഉണ്ടായിരുന്നത്. അതിനകത്ത് യാത്രക്കാരും യാത്ര ചെയ്യുന്നു. അന്നത്തെ കാലത്തെ ഒരുവിധം വലിയൊരു കപ്പലായിരുന്നു അത്. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയുന്നത് 500 പേര് യാത്ര ചെയ്യുന്ന കപ്പലായിരുന്നു ഏറ്റവും വലുത്. അതൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതൊക്കെ ഒരു സാധാരണ അന്നത്തെ കാലത്ത് സമുദ്രമാർഗം ഓടിക്കുന്ന ഒരു കപ്പലായിരുന്നു 276 പേരുള്ള കപ്പൽ. എന്നാൽ ഇതും സാമാന്യം വലിയൊരു കപ്പൽ തന്നെ. ഹല്ലേലൂയ. 276 പേര്. ഹല്ലേലൂയ. ഇവരെയും കൊണ്ട് യാത്ര ചെയ്തപ്പോൾ കപ്പൽ ഈശാനമൂലൻ കാറ്റിൽപ്പെട്ട് അത് ആടി ഉലഞ്ഞു. അത് ഈ പടക് പാറമേൽ ചെന്ന് ഇടിച്ച് തകർന്നു. അതിൻ്റെ ഹല്ലേലൂയ, അതിൻ്റെ കെട്ടിയിരുന്ന അതിൻ്റെ സ്റ്റിയറിങ്ങിന് പകരം ഉപയോഗിക്കുന്ന അതിൻ്റെ ടാർപോളകളെല്ലാം തകർന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ കപ്പൽ ചെതറി അതിൻ്റെ പല കഷ്ണങ്ങളെല്ലാം കടലിൽ ഇങ്ങനെ ചെതറിക്കിടന്നു. ഹല്ലേലൂയ. എന്നാൽ പൗലോസിനോട് ദൈവം സംസാരിച്ചിരുന്നു. ഈ കൂടെയുള്ള 276 പേരും എല്ലാവരും ഞാൻ നിൻ്റെ കയ്യിൽ ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം പൗലോസിനോട് സംസാരിച്ചിരുന്നു. ഹല്ലേലൂയ. നാം പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരു ദൈവദാസൻ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ എത്ര അനുഗ്രഹമാണ് എന്ന് നോക്ക്. നാം യാത്ര ചെയ്യുന്ന പ്ലെയിനിൽ, നാം യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും, നാം താമസിക്കുന്ന ദേശത്ത് അതിൻ്റെ പരിസരത്ത് ഒരു ദൈവദാസൻ ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ വളരെ അനുഗ്രഹമാണ്. ദൈവം ഹല്ലേലൂയ അപ്രകാരമുള്ള ദൈവദാസൻ്റെ മേൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ആ 276 പേരിൽ പലരും കുറ്റവാളികളും കൊലപാതകരും ഒക്കെ ആയിരുന്നു. ഹല്ലേലൂയ. എന്നാലും പൗലോസ് എന്ന ഒരു ദൈവദാസൻ അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം
ഈ ആൾക്കാരെ മുഴുവനും പൗലോസിനെ ഏൽപ്പിച്ചു. അവർക്കൊന്നും ഒരാപത്തും വരികയില്ലെന്ന് ദൈവം അവരോട് സംസാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവദാസൻ്റെ സാന്നിധ്യം എപ്പോഴും ഏറെ അനുഗ്രഹമാണ്. ദൈവം അങ്ങനെയാണ് ദൈവജനങ്ങളെ ഇടപെടുന്നത്. ഹല്ലേലൂയ. എന്നാൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡുകളിലൊക്കെയും, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലും, ഹല്ലേലൂയ, ഒരു ദൈവദാസനെ കാണുന്നതേ പലർക്കും ഒരു അലർജിയാണ്. ദൈവദാസനെ ഉപദ്രവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഏത് മതവിഭാഗ ജാതിയാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു ദാസന് പരിസരത്തുണ്ടെങ്കിൽ അത് വളരെ അനുഗ്രഹമാണ്. ഈവൻ പ്രകൃതി കോപങ്ങളിൽ നിന്ന് പോലും നമുക്ക് പലപ്പോഴും വിടുതൽ കിട്ടുന്ന ചില ദൈവദാസന്മാർ ചില സംസ്ഥാനങ്ങളിൽ, വില്ലേജുകളിലൊക്കെ താമസിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് ഈ ജനങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് പൗലോസ് എന്ന ദൈവദാസന് ആ കപ്പലിൽ, ആ പടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആണ് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിന്നെ തകർത്ത് കളയുവാൻ പിശാച് നിന്റെ പുറകെ നടക്കുമ്പോൾ, നിന്റെ ഓരോ പ്രവൃത്തിയെയും തകർത്ത് കളയുവാൻ, നിന്നെ നശിപ്പിച്ചില്ലായ്മ ചെയ്യുവാൻ പിശാച് നിന്റെ പുറകെ നടക്കുമ്പോൾ, നിന്റെ കുടുംബ ബന്ധങ്ങൾ നശിപ്പിക്കുവാൻ, നിന്റെ ആത്മീയ ജീവിതം നശിപ്പിക്കുവാൻ, നിന്റെ മക്കളുടെ പഠനത്തിൽ, നിന്റെ മക്കളുടെ നല്ല ജോലിയിലൊക്കെയും തകർത്ത് കളയുവാൻ പിശാച് കൂടെ നടന്ന് നിന്നോട് എതിർത്ത് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് എന്ന ദൈവദാസനെ തകർക്കുവാൻ പിശാച് മാക്സിമം ശ്രമിച്ചു നോക്കി. ഹല്ലേലൂയ. എന്നാൽ അത് ഒടുവിൽ ദൈവം തൻ്റെ മഹത്വത്തിനും പൗലോസിൻ്റെ മഹത്വത്തിനുമായി, പൗലോസിൻ്റെ ഉയർച്ചയ്ക്കുമായി അത് മാറ്റുവാൻ ഇടയായി തീർന്ന ഒരു സംഭവമാണ് നമ്മൾ 1 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ നാം വായിച്ച് കേട്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കപ്പൽ ഛേദം ഉണ്ടായി. കടലിൽ അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ്, അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ മഴയത്തെല്ലാം നീന്തി, ഈ കടലിലൂടെ നീന്തി ഒരു വിധത്തിൽ കരയ്ക്ക് പറ്റി വളരെ ടയേർഡായിരുന്ന മനുഷ്യരാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ സംഭവം നടക്കുമ്പോൾ ഈ ബർബരന്മാർ ആ സംഭവങ്ങൾ അവർ ആ ദ്വീപിലിരുന്നുകൊണ്ട് കാണുകയാണ്. ഹല്ലേലൂയ. ബർബരന്മാർ എന്ന് ഇവിടെ നാം ഉദ്ദേശിക്കുന്ന ഇവർ മാനീറ്റേഴ്സോ കാനിബിൾസോ ഒന്നും അല്ല. അവർ ഹല്ലേലൂയ സാധാരണ മനുഷ്യരാണ്. അവർ ഒരുപക്ഷെ റോമൻ പൗരന്മാരായിരിക്കാം, അല്ലെങ്കിൽ ആ ദ്വീപിൻ്റെ പ്രമാണി, ആ ദ്വീപിൽ വേല ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വേലക്കാരാണ് അവർ. ഹല്ലേലൂയ. അവർ മാനീറ്റേഴ്സ് ഒന്നും അല്ല. അവർ അസാധാരണമായ ദയ ഈ കപ്പൽ ഛേദത്തിൽ തകർന്നവരോട് കാണിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർ വിറക് കൂട്ടി, അവർ തീയിട്ട് വന്നവർക്കെല്ലാം ചൂട് കൊടുക്കുവാൻ, കാരണം ഇവർ തണുത്ത് വിറച്ച് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അവർ ഭയന്ന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു ദ്വീപിലേക്കാണ് വന്ന് പെട്ടിരിക്കുന്നത്. അവർക്കും ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് മാനിറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ, മനുഷ്യരെ തിന്നുന്നവരുണ്ടായിരുന്നു. അവരും പേടിച്ചൊക്കെയാണ് വന്ന് കയറി. എന്നാൽ അസാധാരണമായ ദയ അവരോട് കാണിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവർ വിറക് വിറക്കി അവർ തീ കത്തിച്ച് ചൂട് കൊടുത്തുകൊണ്ടിരുന്നു ഇവർക്ക്. എന്നാൽ ഈ വന്ന് കയറിയവർക്ക് ഈ ചൂട് കൊണ്ടൊന്നും അവരുടെ തണുപ്പ് മാറുകയില്ല എന്ന് പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് നോക്കണേ, പൗലോസും ഇതുപോലെ വളരെ ക്ഷീണിതനായി. എന്നിട്ട് പൗലോസ് പോയി കുറേ വിറകുകൾ പിറക്കിക്കൊണ്ട് വന്നു. ഹല്ലേലൂയ. വളരെ ഹാർഷിപ്പ് ചെയ്യുന്ന വളരെ പണിയെടുക്കുന്ന ഒരുവനായിരുന്നു പൗലോസ്. തൻ്റെ വേലയ്ക്കെല്ലാം പൗലോസ് പോയപ്പോൾ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ, ആരുടെ മുമ്പിലും പണത്തിന് വേണ്ടി യാചിക്കാതെ പൗലോസ് തൻ്റെ ചെലവിന് വേണ്ടി കൂടാരപ്പണിയൊക്കെ ചെയ്തും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടി അധ്വാനിച്ചൊക്കെയാണ് പൗലോസ് തൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം പൗലോസിന് അങ്ങനെയുള്ള ജോലിയൊന്നും ഒരു പരിചയമില്ലാത്തവനായിരുന്നു. വളരെ സമ്പന്നനായ മനുഷ്യനായിരുന്നല്ലോ. ഹല്ലേലൂയ. എന്നിട്ടും പൗലോസ് കഠിനാധ്വാനം ചെയ്താണ് തൻ്റെ ഇതുവരെയുള്ള കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴും പൗലോസ് ഈ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ടും പൗലോസ് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധാലുവായിരുന്നു. പൗലോസ് ഉടനെ കുറേ വിറകെല്ലാം പിറക്കിക്കൊണ്ടുവന്ന് ഹല്ലേലൂയ ആ തീക്ക് കൂടുതൽ ചൂട് പകരാനായിട്ട് ആ വിറകെല്ലാം പിറക്കി തീക്കകത്ത് കൊണ്ടിട്ടു. ഹല്ലേലൂയ. അങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു അണലി വന്ന് പൗലോസിൻ്റെ കയ്യിൽ ചുറ്റി, അല്ലെങ്കിൽ പൗലോസിൻ്റെ കയ്യിൽ പറ്റി എന്നൊക്കെയാണ് ബൈബിളിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്.
പല ബൈബിളിലും ഹല്ലേലൂയ ഫാസ്റ്റൻഡ് ഓൺ ഹിസ് ഹാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ചില ബൈബിളിൽ BBE എന്ന് പറഞ്ഞ ഒരു ബൈബിളിൽ, സിമ്പിൾ ഇംഗ്ലീഷ് ബൈബിളാണത്, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ അണലി പൗലോസിൻ്റെ കയ്യിൽ കടിച്ചു എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അതുപോലെ വില്യം മാക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഒരു ദൈവദാസന്, അദ്ദേഹം ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മുതൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളുടെ കമൻട്രി, വലിയ പുസ്തകമാണ് അത്. ഹല്ലേലൂയ. 2 വലിയ പുസ്തകങ്ങൾ, അതിൻ്റെ കമൻട്രി എഴുതിയിരിക്കുന്ന ദൈവദാസനും ഈ അപ്പോസ്തല പ്രവൃത്തി 28 ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാമ്പ് പൗലോസിനെ കടിച്ചു എന്നാണ്. ഹല്ലേലൂയ. പാമ്പ് ചുറ്റി എന്നാണെന്നുണ്ടെങ്കിൽ പാമ്പ് അത് ഈ അണലി വൈപ്പർ കോയിൽ ഹിസ് ഹാൻഡ് എന്ന് വേണമായിരുന്നു എഴുതാൻ. ഹല്ലേലൂയ. ഇവിടെ ഫാസ്റ്റൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഫാസ്റ്റൻ എന്ന് പറഞ്ഞാലും ചുറ്റി, മുറുക്കെ ചുറ്റി എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ഈ ദേവദാസൻ പറഞ്ഞിരിക്കുന്ന പൗലോസിനെ കടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ അണലി പൗലോസിനെ കടിച്ചു. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുന്ന കയ്യേൽ, വേല ചെയ്യുന്ന കയ്യേൽ പൗലോസിനെ കടിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് ഒരു അണലിയൊക്കെ കടിച്ചാൽ അതിന് വേറെ മരുന്ന് ഒന്നുമില്ല. ഹല്ലേലൂയ. അത് പിന്നെ ആ കടിക്കൊള്ളുന്ന ആൾ മരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ബർബരന്മാർ, ആ മനുഷ്യരൊക്കെ പൗലോസ് മരിക്കുന്നത് നോക്കി കാത്തിരുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ പൗലോസ് മരിച്ചു പോകാനോ ചീർക്കുവാനോ ഇടയായി തീർന്നില്ല. എല്ലാവരും കരുതി പൗലോസ് മരിച്ചു പോകും, ചീർത്തു വീഴും എന്നൊക്കെ കരുതി നോക്കിയിരിക്കുമ്പോൾ, മനുഷ്യരങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. ഒരു ആപത്ത് വന്നു കഴിയുമ്പോൾ അവർ നോക്കിയിരിക്കും, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിരിക്കും. അവരെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ബർബരന്മാരായതുകൊണ്ട് അവർക്ക് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, അവർക്ക് പ്രാർത്ഥിക്കുവാനും അറിയില്ല. ഹല്ലേലൂയ. അവർ നോക്കിയിരുന്നു. എന്നാൽ പൗലോസ് മരിച്ചു വീണില്ല, പൗലോസ് ജീവിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു അനർത്ഥം സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു കപ്പൽ ഛേദം, ഒരു കൊടുങ്കാറ്റ്, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ ആ കൊടുങ്കാറ്റ് അടിക്കാതെ ദൈവത്തിന് കരുതാമായിരുന്നു. അവരെ ആ കപ്പൽ ഛേദം ഉണ്ടാക്കാതെ അവരെ കരയ്ക്ക് എത്തിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല. ഹല്ലേലൂയ. ഒരു കൊടുങ്കാറ്റ്, ഒരു വലിയ തിരമാല നിൻ്റെ ജീവിതത്തിലേക്ക് അടിച്ചാൽ അത് അടിച്ചു എന്ന് വരാം. ഹല്ലേലൂയ. അത് അടിക്കാതെ ഇരിക്കാൻ, അടിക്കുന്നതിൽ നിന്ന്, ആ കൊടുങ്കാറ്റിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തി എന്ന് വരികയില്ല. കൊടുങ്കാറ്റ് നിന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് വരാം. ഹല്ലേലൂയ. പക്ഷേ ആ കൊടുങ്കാറ്റിനകത്ത് നിന്നെ കാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് നിന്നെക്കൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന്. ഹല്ലേലൂയ. നിന്നെ മാനിപ്പിക്കേണ്ടതിന് ദൈവം അത് ഉപയോഗിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. വഴിയരികിൽ കിടന്നിരുന്ന അന്ധനായ മനുഷ്യന് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇത് ആരുടെ കുറ്റമാണ്? ഇവൻ ജന്മനായി ഇവൻ കുരുടനായി തീർന്നു, ഇവൻ്റെ കാഴ്ചയില്ലാതായി തീർന്നു. ഇവൻ്റെ പാപമാണോ? ഇവൻ്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? അല്ല, കർത്താവിൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് ദൈവം യേശു അവരോട് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ പാപം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടോ ഒന്നുമല്ല സംഭവിക്കുന്നത്. അത് ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ബാലകന്മാരോട് ദുരാസമഭൂമിയിൽ നെബൂഖദ്നേസർ ചക്രവർത്തി നിർത്തിയ സ്വർണ്ണ ബിംബത്തെ, 6 മുഴം വീതിയും 60 മുഴം ഉയരവുമുള്ള സ്വർണ്ണ ബിംബത്തെ 6 തരത്തിലുള്ള വാദ്യഘോഷങ്ങൾ കേൾക്കുമ്പോൾ അതിന് വീണ് നമസ്കരിക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഈ ബാലകന്മാർ, യഹൂദന്മാരായ ബാലകന്മാർ, അവർ ദൈവത്തെ അറിഞ്ഞവർ, അവർക്ക് മറ്റ് ദൈവങ്ങളെ, ബിംബങ്ങളെ ആരാധിക്കുവാൻ അവർക്ക് സാധ്യമല്ല. അവരൊരു ദൈവത്തെ അറിഞ്ഞു, ആ ദൈവമാണ് അവരെ നടത്തുന്നത്, ജീവനുള്ള ദൈവമാണ് അവരെ നടത്തുന്നത് എന്ന് അറിഞ്ഞ ആ ബാലകന്മാർ അത് വിസമ്മതിച്ചു. ഞങ്ങൾ ആരാധിക്കുകയില്ല. ഹല്ലേലൂയ. നെബൂഖദ്നേസർ ചക്രവർത്തി കൽപ്പിച്ചു, അവരെ പതിവായി ചൂട് പിടിപ്പിക്കുന്നതിൽ 7 മടങ്ങ് അധികം വർദ്ധിപ്പിച്ച് അവരെ തീയിലേക്ക് ഇട്ട് കളയാൻ പറഞ്ഞു. ഏറ്റവും
ബലവാന്മാരായ പടയാളികളെ അതിനായി നിയോഗിച്ചു. ഹല്ലേലൂയ. ആ ബാലകന്മാർ നെബൂഖദ്നേസറിനോട് പറഞ്ഞത്, ഈ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. അത് വിടുവിച്ചില്ല എങ്കിലും ഞങ്ങൾ ആ ദൈവത്തെ മാത്രമേ സേവിക്കുകയുള്ളൂ എന്ന് പറയുവാനിടയായി തീർന്നു. അത് ചക്രവർത്തിക്ക് ഏറെ കോപമുണ്ടാക്കുവാനിടയായി തീർന്നു. ഈ ബലവാന്മാരായ പടയാളികൾ ഈ ബാലകന്മാരെ തീയിലേക്ക് ഇടുവാൻ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. ഈ ബാലകന്മാരെ തീയിലിട്ടു എങ്കിലും ഈ കൊണ്ടുപോയവരൊക്കെയും ഈ ചൂളയുടെ ചൂട് അധികമായതുകൊണ്ട് അവർ കരിഞ്ഞ് താഴെ വീടുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ചൂളയിലേക്ക് ഇടുന്നതിൽ നിന്ന് ആ ബാലന്മാരെ രക്ഷിക്കുവാനല്ല ദൈവം നോക്കിയത്. ആ ചൂളയ്ക്കകത്ത്, അവരുടെ പ്രതിസന്ധിക്കകത്ത് അവരെ വിടുവിക്കുവാനാണ് ദൈവം നോക്കിയത്. അവരെ ദൈവം വിടുവിക്കുവാനും ഇടയായി തീർന്നു. അവിടെ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴി കൊണ്ടിടുവാനിടയായി തീർന്നു. ആ ഇടുന്നതിൽ നിന്നല്ല ദൈവം ദാനിയേലിനെ വിടുവിച്ചത്, മറിച്ചോ ഹല്ലേലൂയ ആ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് ദൈവം ദാനിയേലിനെ വിടുവിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുവാണ്. ഹല്ലേലൂയ. ദാനിയേൽ മാനിക്കപ്പെടുവാണ്. ഹല്ലേലൂയ. അപ്രകാരം യോസഫിനെ കാരാഗൃഹത്തിൽ അടച്ചു. യോസഫ് ഒരു തെറ്റും ചെയ്യാതെ കാരാഗൃഹത്തിലായിരുന്നു. അതിനകത്ത് നിന്ന് ദൈവത്തിന് യോസഫിനെ കാരാഗൃഹത്തിനകത്ത് പോകാതെ തന്നെ ദൈവത്തിന് വിടുവിക്കാമായിരുന്നു. പക്ഷേ ദൈവം അപ്രകാരം ചെയ്തില്ല. കാരാഗൃഹത്തിനകത്ത് ദൈവം യോസഫിനോട് ദയ കാണിക്കുവാൻ കാരാഗൃഹ പ്രമാണിയോട് കൽപ്പിച്ചിരുന്നു. യോസഫിനെ ആ കാരാഗൃഹത്തിനകത്ത് നിന്ന് രക്ഷിക്കുവാൻ, സേവ് ചെയ്യുവാൻ ദൈവത്തിന് കഴിഞ്ഞു. അവൻ്റെ പത്രോസിൻ്റെ കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്ന യഹൂദന്മാർക്ക് പ്രിയമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഹെരോദാവ് പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി 4 പേര് കാവൽ നിർത്തി. അവൻ്റെ കാലിലും കയ്യിലും എല്ലാം ചങ്ങലക്കിട്ട് പൂട്ടി. ഹല്ലേലൂയ. ഇനി അടുത്ത പ്രഭാതം വരെ മാത്രമേ പത്രോസ് ജീവിക്കുകയുള്ളൂ. അവനെ അടുത്ത പ്രഭാതത്തിൽ വാളുകൊണ്ട് വെട്ടി കൊല്ലുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ ബലിഷ്ഠന്മാരായവരുടെ മുന്നിൽ നിന്ന് ഈ പാവം ഈ പത്രോസ് എങ്ങനെ രക്ഷപ്പെടും? ഒരു സാധ്യതയുമില്ല. ഹല്ലേലൂയ. ആ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുവാൻ ദൈവം ഒന്നും ചെയ്തില്ല. പക്ഷേ ആ കാരാഗൃഹത്തിനകത്ത് ദൈവം പത്രോസിനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ഭയപ്പെടുകയല്ല. ആ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുത്തുന്ന നോക്കി വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. പൗലോസിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ പൗലോസിനെ ഒരു അണലി കടിച്ചു. ഉടനെ ചത്തുപീർക്കും. അതിന് വേറെ മരുന്നുകളൊന്നുമില്ല. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിൽ പത്രോസിന് അത് സംഭവിക്കുവാൻ ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. പൗലോസ് വിറക് പിറക്കി ആ തീയിൽ കൊണ്ടിട്ടു. അതിൻ്റെ 3-ാമത്തെ വാക്യം, പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈമേൽ ചുറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഫയർ ഈ തീയെ ശരിക്ക് ബേൺ ചെയ്തപ്പോൾ വലിയ പ്രകാശമുണ്ടായി, ചൂടുണ്ടായി. ഈ ചൂടുണ്ടായപ്പോൾ ഈ അണലിക്ക് അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ചൂട് വരുമ്പോൾ ഒരു ഡെവിളിനും ഹൈഡ് ചെയ്ത് നിൽക്കുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഈ വൈപ്പർ, ഈ അണലി വെളിയിലേക്ക് വന്നു. ഹല്ലേലൂയ. പൗലോസിൻ്റെ കൈമേൽ കടിക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ ഫയർ നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ ഒരു ദുഷ്ടശക്തിക്ക് അതിനകത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. കാരണം അത് ഫയറാണ്, അത് ചൂടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരം ചൂടാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരന്ധകാര ശക്തിക്കും അതിനടുത്ത് നിൽക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം ആരാധിക്കുമ്പോൾ, നാം ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇപ്രകാരമുള്ള ഫയറുകൾ വരും. ഹല്ലേലൂയ. ഈ ഫയറുകൾ വരുമ്പോൾ, അഗ്നി വരുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദുഷ്ട അന്ധകാര ശക്തിക്കും അവിടെ നിൽക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഒരു ഡിസ്റ്റർബൻസ് വരുന്നല്ലോ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 3:11 പറയുന്നു. ഹല്ലേലൂയ.
യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവിലും പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റവർ, ഹല്ലേലൂയ, അവർ തീ അവരിൽ തന്നെ ഉണ്ട്. ഈ ദുഷ്ടശക്തികൾ നമ്മളോട് അടുത്ത് വരുമ്പോൾ, നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, നീ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ഒരുവനാണോ, നീ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരുവനാണോ, നിന്നോടടുത്ത് പിശാച് വരുവാനിടയായിത്തീരും. പൗലോസ് ദൈവവേല ചെയ്യുന്ന കരങ്ങളായിരുന്നു പൗലോസിൻ്റേത്. പൗലോസ് ആ കരങ്ങൾ കൊണ്ട് പലരെയും അനുഗ്രഹിച്ചിട്ടുള്ളവനാണ് പൗലോസ്. ഹല്ലേലൂയ. ആ കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചിട്ട് പലർക്കും ഭക്ഷണം കൊടുത്തിട്ടുള്ളവനാണ് പൗലോസ്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും ചെയ്യുന്നവനാണ് പൗലോസ്. ആ കരത്തിൽ തന്നെ ഈ അണലി കയറി കടിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ അണലി ആരാണെന്ന് ആ ബർബർമാർ തന്നെ പറയുന്നു, നീതി ദേവിയാണെന്ന്, അവരുടെ ദേവി. ഹല്ലേലൂയ. അപ്പോൾ ദേവി എന്ന് വിളിക്കുന്നൊക്കെയും ഈ അണലികളാണ്. ഹല്ലേലൂയ. പിശാചാണ്, പൈശാചിക ശക്തികളാണ്. ഹല്ലേലൂയ. അപ്രകാരമുള്ള പൈശാചിക ശക്തികളെ നീക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തീ കുറച്ചും കൂടെ വേണം. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന തീ മാത്രമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അണലി വെളിപ്പെട്ട് വരുമായിരുന്നില്ല. ഹല്ലേലൂയ. പൗലോസ് കുറെ കൂടി തീ ഉണ്ടാക്കുവാൻ ശ്രമിച്ചപ്പോൾ ഈ അണലി വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സാധാരണ ഈ ഫാർമർമാർ, കൃഷിക്കാർ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൃഷിക്കാർ, നെൽകൃഷി ചെയ്യുന്നവർ, അവർ പലപ്പോഴും ഈ പണ്ട് കാലത്തൊക്കെ ഒരുപാട് മുഞ്ഞ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രാണി വരും. അത് ഈ നെല്ല് കതിരാകുമ്പോൾ ഈ കതിരിനകത്ത് അത് കയറി അതിനകത്തുള്ള പാലെല്ലാം വലിച്ചു കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഗോതമ്പ് മണിയോ നെൽമണിയോ കിട്ടുകയില്ല, അത് പതിരായി പോകും. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് കർഷകർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഈ മുഞ്ഞ എന്ന ഈ ചെറിയ അണുക്കൾ മുഖാന്തരം സംഭവിക്കുവാനിടയായി തീരും. അതിന് അന്നത്തെ കാലത്തൊന്നും ഇതിന് മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. മരുന്നടിച്ചാൽ ഒന്നും ഇത് പോകത്തുമില്ല. ഹല്ലേലൂയ. അതിന് കർഷകർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അവർ ഈ കൃഷിയുടെ മുഴുവൻ അങ്ങ് തീയിടും. കൃഷിക്ക് മുമ്പേ അതെല്ലാം അങ്ങ് തീയിടും. ആ തീയിട്ട് കഴിയുമ്പോൾ ഈ മുഞ്ഞയുടെ മുട്ടകളൊക്കെ ഉള്ളതെല്ലാം കത്തി ചാമ്പലായി തീരുവാൻ ഇടയായി തീരും. പിന്നെ അടുത്ത കൃഷിക്ക് അങ്ങനെ ഒരു ദോഷം ഈ മുഞ്ഞ മുഖാന്തരം ഒരു പ്രശ്നം അവർക്കുണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഈ ദുഷ്ട പൈശാചിക ശക്തികൾ, ഹല്ലേലൂയ, വരുമ്പോൾ തീയാണ് അതിന് പ്രധാനപ്പെട്ട ആയുധം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ശക്തികൾ കടന്നു വരുമ്പോൾ ഓർക്കുക, നാം ദൈവത്തെ ആരാധിക്കുക, മനഃപൂർവ്വം ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുവാൻ തക്കവണ്ണം നാം ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അപ്രകാരമുള്ള ദുഷ്ടശക്തികളെ നശിപ്പിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയാം, പണ്ട് നീറോ ചക്രവർത്തി റോമ പട്ടണം തീയിടുവാനിടയായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ അന്ന് അവിടെ വലിയൊരു രോഗം, കോളറ പോലെ ഒരു രോഗം പടർന്നു പിടിക്കുവാനിടയായി തീർന്നു. അതിന് വേറെ മരുന്നില്ല. അപ്പം ചക്രവർത്തി ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ആ പട്ടണം തീയിടുക. രാത്രിയിൽ കൊണ്ട് തീയിട്ടു. ആ പട്ടണം മുഴുവൻ തീ കത്തി അവിടുത്തെ കെട്ടിടങ്ങൾ പലരും മരിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. വലിയ അനർത്ഥം സംഭവിച്ചു. അടുത്ത ദിവസം ആക്ച്വലി ചക്രവർത്തി ചെയ്തത് ആ രോഗത്തിൻ്റെ അണുക്കളെല്ലാം നശിച്ചു പോകുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അതൊരു ചർച്ചാ വിഷയമായപ്പോൾ ചക്രവർത്തി എന്തു ചെയ്തു? അത് ക്രിസ്ത്യാനികൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് പൗലോസിനെയും മറ്റുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെ പേരിലും കുറ്റം വിധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവരെയൊക്കെയും പിടിച്ചുകെട്ടി കാരാഗൃഹത്തിലിടുകയും പലരെയും വന്യമൃഗങ്ങൾക്ക് തീറ്റയായി കൊടുക്കുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. പലരെയും അവിടെയുള്ള മനുഷ്യർ തന്നെ തല്ലിക്കൊല്ലുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അവരനുഭവിക്കുവാൻ, ക്രിസ്ത്യാനികളായവർ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 4-ാം വാക്യം പറയുന്നു, ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവന് ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ്, ഹല്ലേലൂയ, ഈ തൻ്റെ കയ്യിൽ കടിച്ചു തൂങ്ങിയ ഈ ജന്തുവിനെ ആ തീയിലേക്ക് കുടഞ്ഞിടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
യെശയ്യാവിൻ്റെ പുസ്തകം 54:17 പറയുന്നു, ഹല്ലേലൂയ, നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. പൗലോസേ, നിനക്ക് വിരോധമായി നിന്നെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഈ അണലി മുഖാന്തരം നിനക്കൊരു ദോഷവും സംഭവിക്കുകയില്ല. പൗലോസ് അതിനെ തീയിലേക്ക് കുടഞ്ഞു കളയുവാൻ ഇടയായി തീർന്നു. മർക്കോസ് 16:17-18 വാക്യത്തിലും പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്കൊരു ദോഷവും സംഭവിക്കുകയില്ല എന്ന് പറയുവാൻ അങ്ങനെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസ് എപ്പോഴാണ് മരിച്ചു വീഴുന്നതെന്ന് നോക്കിക്കൊണ്ടിരുന്നവരുടെ ചിന്തകൾക്ക് വ്യതിയാനം വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഹല്ലേലൂയ, ഇത് അവൻ കൊലപാതകനായിരുന്നതുകൊണ്ട് നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അവരുടെ മനസ്സ് മാറുവാൻ ഇടയായി തീർന്നു. പൗലോസ് എപ്പോൾ മരിച്ചു വീഴുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവർ, ഹല്ലേലൂയ. ജനങ്ങൾ അങ്ങനെയാണ്. നമുക്കൊരു ദോഷം സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു നടക്കുവാനിടയായി തീർന്നു. അത് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത്, അത് പ്രകാരം പ്രവർത്തിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എന്നോട് ഇന്ന പ്രകാരം സംസാരിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നൊക്കെയും ജനങ്ങൾ പറയും. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചും പറയും. ഇവനൊരു ദേവന് ആണ് എന്ന് പോലും അവർ തിരിച്ചു പറയുവാൻ, അവൻ വീഴുകയോ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്ന് വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനെന്ന് അവർ പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവരുടെ മനസ്സ് മാറി അവനൊരു ദേവനെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പൗലോസ് എന്താണ് ചെയ്തത്? തൻ്റെ കയ്യിൽ നിന്ന് അവൻ അതിനെ കുടഞ്ഞു കളയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. പാമ്പ് കഴിച്ചു എന്ന് കരുതി, ഹല്ലേലൂയ, അത് നിന്നെ നശിപ്പിക്കുമെന്നൊരു ചിന്തയാൽ നീ ഭയപ്പെടാതെ, ഹല്ലേലൂയ, അതിനെ നീ കുടഞ്ഞു കളയുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അത് കുടഞ്ഞു കളയാനുള്ള ധൈര്യം നിനക്കുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് നിന്നെ കാക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കലൊരു കഴുത അതിൻ്റെ യജമാനുമായി കൂടെ പോകുമ്പോൾ ഈ കഴുത അറിയാതെ ഒരു വലിയ കുഴിക്കകത്ത് വീഴുവാൻ ഇടയായി തീർന്നു. യജമാനൻ നോക്കിയപ്പോൾ ഈ കഴുതയെ ആ കുഴിയിൽ നിന്ന് കയറ്റി കൊണ്ടുപോകുന്നത് തന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു നഷ്ടമാണ്. ആ കഴുതയെ അതിനകത്ത് നിന്ന് കയറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ ആ കഴുതയെ ജീവനോടെ കുഴിച്ചിടുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ആ മനുഷ്യൻ കുറച്ച് ആൾക്കാരെ കൂട്ടി ആ പരിസരത്തുള്ള കുറച്ച് മണ്ണ് കോരി ഈ കുഴിക്കകത്തേക്ക് ഇട്ടുകൊണ്ടിരുന്ന് കഴുതയെ മൂടുവാനായിട്ട്. ഈ കഴുത എന്ത് ചെയ്തു? തൻ്റെ മേത്തേക്ക് വീഴുന്ന മണ്ണിനെ അത് കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. അത് കുടഞ്ഞു കളഞ്ഞിട്ട് ആ മണ്ണിൻ്റെ പുറത്ത് കയറി നിന്നു. അപ്രകാരം ആൾക്കാർ ഈ മണ്ണ് കോരി കുഴിക്കകത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും. കഴുതയുടെ പുറത്ത് വീഴും. കഴുത അത് കുടഞ്ഞു കളഞ്ഞ് അതിൻ്റെ പുറത്ത് കയറി നിൽക്കും. അങ്ങനെ മനുഷ്യർ മണ്ണ് കോരി ഇട്ടുകൊണ്ടേയിരുന്നു. കഴുത ഈ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് അതിൻ്റെ പുറത്ത് കയറിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഈ കുഴി നികന്നു. കഴുത വെളിയിൽ വരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ, ഹല്ലേലൂയ, നമ്മുടെ ഡിസപ്പോയിൻമെൻറ്റുകൾ, നമ്മുടെ ഡിപ്രഷന്, നമ്മുടെ ഭയം, നമ്മുടെ പാപം, നമ്മുടെ ഫെയിലിയർ, ഇതെല്ലാം നാം ഇപ്രകാരം കുടഞ്ഞു കളയുവാൻ ദൈവം നമ്മളോട് പറയുകയാണ്. പൗലോസിൻ്റെ ഈ സംഭവത്തിലൂടെ നമ്മളോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും, എല്ലാ കുറവുകളെയും, എല്ലാ ഫെയിലിയറിനെയും, എല്ലാ ഡിപ്രഷനെയും കുടഞ്ഞു കളയുക. ആ കഴുത കയറി വന്നതുപോലെ ഇത് കുടഞ്ഞു കളയുമ്പോൾ, അല്ലെങ്കിൽ പൗലോസ് ആ പാമ്പിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവന് ഒന്നും സംഭവിക്കാതിരുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും ഒന്നും സംഭവിക്കാതെ വണ്ണം ദൈവം നമ്മളെ കരുതുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. കുടഞ്ഞു കളയുക. ഹല്ലേലൂയ. പൗലോസും ശീലാസും ഒരിക്കൽ കാരാഗൃഹത്തിൽ അകപ്പെട്ടു. അവരെ കോലുകൊണ്ട് വളരെയേറെ അടിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവര്, ഹല്ലേലൂയ, ഇനി ഒരിക്കലും സുവിശേഷത്തിലേക്ക് വരികയില്ല, ഇനി യേശുവിൻ്റെ നാമം പറഞ്ഞ് അവർ വരികയില്ല എന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ അവർ വീണ്ടും യേശുവിൻ്റെ നാമം പ്രസംഗിക്കുന്നവരായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സങ്കീർത്തനം 91:13 പറയുന്ന, സിംഹത്തിന്മേലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാതെ, ഹല്ലേലൂയ, അതിനെ കുടഞ്ഞു കളയുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം തരുന്ന ധൈര്യത്തിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവൻ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പൗലോസിന് വളരെ ശക്തമായ ഒരു ടെസ്റ്റ് മണി ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പൗലോസിനെ എല്ലാവരും വാഴ്ത്തുവാൻ ഇടയായി തീർന്നു. ആ ദ്വീപവാസികളൊക്കെയും ആ ദ്വീപിൻ്റെ പ്രമാണിയായിരുന്ന പുബ്ലിയോസിൻ്റെ ഭവനത്തിലേക്ക് പൗലോസിനെ ക്ഷണിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ പുബ്ലിയോസിൻ്റെ പിതാവ് രോഗാവസ്ഥയിലായിരുന്നു. മരിക്കുവാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം അവിടെ അന്നൊന്നും അതിനൊന്നും മരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യന് വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നു. തുടർന്ന് ആ ദ്വീപിലുള്ള പലരും പൗലോസിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവിടെ വൈദ്യനോ മരുന്നോ രോഗസൗഖ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരു ദ്വീപിൽ അപ്രകാരമുള്ള മരിക്കുവാൻ കാത്തിരുന്ന രോഗികളൊക്കെ സൗഖ്യപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ ആരംഭത്തിൽ പൗലോസിനെ നശിപ്പിക്കുവാൻ പിശാച് പലതരത്തിലുള്ള പദ്ധതികൾ ഏർപ്പെടുത്തിയെങ്കിലും, ഹല്ലേലൂയ, അതിൽ നിന്നും ദൈവം പൗലോസിനെ വിടുവിച്ച് പൗലോസിനെയും ദൈവത്തെയും മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ പൗലോസിനെ ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ തളർന്നു പോകാതെ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നമ്മിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി തീരും. ഹല്ലേലൂയ. ഒരിക്കലും കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു പെന്തക്കോസ്തുകാരൻ, ഹല്ലേലൂയ, ഒരു ഫാമിലി, അവർ വളരെ ദാരിദ്ര്യമുള്ളവരായിരുന്നു. അവർക്ക് ജീവിക്കുവാൻ വളരെ പ്രയാസമായിരുന്നു. എന്നാൽ അവർ TPM കാരായിരുന്നു. ഈ TPMിലുള്ളവർ എല്ലാവരും പിരിവെടുത്ത് അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുത്തു, ഒരു തട്ടുകട ഇട്ടു കൊടുത്തു. അങ്ങനെ അവർ, ഈ അപ്പനും ഭാര്യയും ഭർത്താവും 2-3 പിള്ളേരും കൂടെ ചേർന്ന് ഈ തട്ടുകട അവരുടെ കഴിവിനൊത്തവണ്ണം നന്നായി പ്രവർത്തിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തട്ടുകടയ്ക്ക് നല്ല ലാഭം വന്നു. ഹല്ലേലൂയ. അവർ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ ആഴ്ചയിലും അവർ ദൈവ ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഹല്ലേലൂയ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സമ്പത്ത് വർദ്ധിച്ചു. അവർ അതൊരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റി. വീണ്ടും ഒരു റെസ്റ്റോറൻ്റ് ഇവിടെ ഉണ്ടായി. അങ്ങനെ ഹോട്ടൽ ബിസിനസ്സിൽ അവർ വളരെ മുന്നിലേക്ക് പോകുവാനിടയായി തീർന്നു. അപ്പോൾ ഈ മനുഷ്യന്, കുടുംബനാഥന്, തനിക്ക് ആഴ്ചകൾ തോറുമുള്ള ഉപവാസ പ്രാർത്ഥനയിലോ ഞായറാഴ്ച തോറുമുള്ള ആരാധനയിലോ സംബന്ധിക്കാൻ സമയമില്ലാതെ പോയി. അദ്ദേഹം താൻ ചർച്ചിൽ കൊടുക്കാറുള്ള ടൈത്തോ കാര്യങ്ങളോ ഒന്നും നിർത്തൽ ചെയ്തില്ല. അതെല്ലാം ധാരാളമായി കൊടുക്കുക തന്നെ ചെയ്തു. തൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഈ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മനുഷ്യന് എല്ലാ തിരക്കും ഏറ്റെടുത്ത്, ഹല്ലേലൂയ, മക്കളെയൊക്കെ ചർച്ചിൽ വിട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഇളയ മകനെ ഒരു പാമ്പ് കടിക്കുവാനിടയായി തീർന്നു. പാമ്പ് കടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ചികിത്സ, കാരണം അത് ആ വിഷം ആ തലയിൽ, ബ്രെയിനിലെല്ലാം കയറി, ഹല്ലേലൂയ, ഞരമ്പുകളിലെല്ലാം കയറി ഡോക്ടർമാർക്കൊന്നും ചെയ്യുവാൻ കഴിയില്ലാത്ത അവസ്ഥ. ഡോക്ടർ പറഞ്ഞു, ഹല്ലേലൂയ, 5 മണിക്കൂർ 6 മണിക്കൂർ മാത്രമേ ഈ ജീവൻ ഈ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഫെയ്ത്ത് ഹോമിലേക്ക് വിവരം അറിയിച്ചു. അവിടുന്ന് പാസ്റ്റർമാരും ആൾക്കാരും എല്ലാം വന്ന് അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ 5 മണിക്കൂറെന്ന് ഡോക്ടർ പറഞ്ഞ ആ സമയവും കഴിഞ്ഞു. ഹല്ലേലൂയ. ആ പയ്യൻ അവിടെ ആ മരണാവസ്ഥയിൽ അതുപോലെ തന്നെ കിടക്കുക. ഹല്ലേലൂയ. ഒടുവിൽ ഈ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ, പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ, ഈ മനുഷ്യൻ കൃത്യമായിട്ട് ചർച്ചിൽ വന്നുകൊണ്ടിരുന്നവനായിരുന്നു, എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും ആരാധനയിലും സംബന്ധിച്ചു കൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ ആ മനുഷ്യന് തിരക്ക് ഏറിയത് കൊണ്ട് ഇപ്പോൾ ആലയത്തിൽ വരാറില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ ഈ കൊച്ചുമകന് വരുത്തിയിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന് കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അവനെ വിടുവിക്കണമേ എന്ന് പറഞ്ഞു. ആൾക്കാരൊക്കെ പറഞ്ഞു, പാസ്റ്റർ അങ്ങനെ പറയല്ലേ, അവനെ രക്ഷിക്കാൻ ദൈവത്തോട് അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു, അത് എനിക്ക് പറയാൻ പറ്റുകയില്ല, ദൈവമാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ.
പക്ഷെ ദൈവത്തിന് അതൊരു ഹിതമായിരുന്നു. ഹല്ലേലൂയ. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഈ മനുഷ്യന്, ഈ കൊച്ചിൻ്റെ അപ്പൻ ദൈവത്തോട് സമർപ്പിക്കുക. ഞാൻ ഇനി മുതൽ എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും എൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ദൈവത്തിൻ്റെ ആലയത്തിൽ ആഴ്ചതോറും വരികയും ഉപവാസ പ്രാർത്ഥനയൊക്കെ സംബന്ധിക്കുകയും ചെയ്തുകൊള്ളാമെന്ന് ഈ മനുഷ്യൻ തന്നെ തീരുമാനമെടുത്ത് ദൈവത്തോട് പറയുവാൻ പറഞ്ഞു. ആ മനുഷ്യൻ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഹല്ലേലൂയ, ഞാൻ അപ്രകാരം ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കൊച്ചിന് അനക്കമുണ്ടാകുവാനിടയായി തീർന്നു. ആ ഇളയ മകൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതൊരു വലിയ സാക്ഷ്യമായ വില്ലേജിൽ മുഴുവനും അറിയപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു 10-50 പേരോളം ഹല്ലേലൂയ ആ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അപ്പോൾ നമുക്ക് വരുന്ന ഒരു അനർത്ഥം, ഹല്ലേലൂയ, അത് ദൈവം തന്നെ മഹത്വത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. സ്തോത്രം. Praise God.